മുമ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. മുമ്പ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഫിക്ഷണൽ അങ്ങനത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ യൂണിഫോമിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു 10 കിലോ കുറവുണ്ട് പഴയ പോലീസ് വേഷത്തിനേക്കാളും. അതായത് അതിൽ എത്ര പേര് വേണമെങ്കിലും ഇടിച്ചിടാം എന്നുള്ള പോലെയാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് ചിലപ്പോൾ 5-6 പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൽ 2 പേരെയൊക്കെ ഇടിച്ചിടാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കി കേൾക്കുന്നത്. ഈ ക്യാരക്ടറിനെ വൾണറബിൾ ആണ്, ഇമോഷണലിയും വൾണറബിൾ ആയിരിക്കും. അതാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അന്വേഷിക്കുന്ന കേസുകൾ നമ്മളെ മാനസികമായിട്ട് ബാധിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം ബാധിക്കും. ബാധിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കേസുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അത് ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കേസ് ശിക്ഷിച്ചില്ലേ അത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. നമ്മൾ പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങളുടെ അതിനേക്കാൾ ഡീപ്പറായിട്ട് പോകുന്നതാണ് ഓരോ ക്രൈമിന്റെയും നമ്മൾ വായിക്കുന്ന. ജിനു എഴുതിയത് ഞാനിപ്പം പറയാം, ജിനുവിൻ്റെ ആ ഭാവന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഈ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ജിനു അന്നേരം തന്നെ തിരിച്ചിങ്ങോട്ട് ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്തിച്ചാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത് ഇത്ര ക്ലിയറായിട്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഞാൻ ആലോചിച്ചാണ് വന്നത്. എല്ലാം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഞാനത് ഏത് സീക്വൻസ് ആണ് പിന്നെ പറഞ്ഞുതരാം. ഈ ടോവിനോ ചോദിച്ചാൽ ഒരു ഭാവം കൂടെ ഉള്ളത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ തസ്കരൻ മണിയമ്പിള്ളയുടെ കഥ വായിക്കുമ്പോൾ ഈ രാത്രിയിലാണ് കള്ളന്മാരൊക്കെ ഇങ്ങനെ കള്ളന്മാർ മാത്രം വായിക്കുള്ളൂ. പോലീസ് ആവണമെങ്കിൽ കള്ളന്മാരെ വായിക്കണം. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഈ രാത്രി കഥകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവേശിക്കും. അപ്പോൾ ഈ പോലീസുകാർക്ക് രാത്രി അറിയായിരിക്കും, പക്ഷെ ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങാനുള്ളതാണ്. പക്ഷെ ഈ പോലീസുകാരും കള്ളന്മാരും ഒക്കെ ഈ രാത്രി എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് സാർ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതും ആ കഥയിൽ പറയുന്നുണ്ട്, ഒരു SP ഓഫീസിൽ രാത്രി കയറിയിട്ട് SP-യുടെ തൊപ്പി വെച്ചിട്ട് സിഗരറ്റ് വലിച്ചു എന്നൊരു കഥയും അതിനകത്ത് പറയുന്നുണ്ട്. വേറെ കണ്ടിട്ടുണ്ടോ? അത് സത്യം അറിയില്ല. ഇപ്പം രാത്രിയിൽ കാര്യം എന്ന് പറയുന്നത് അതാണ്. പോലീസ് രാത്രി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ഇറങ്ങാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പം എനിക്ക് ഇന്നലെ സമൻസ് വന്നു. ആ സമൻസ് ഭയങ്കര തമാശയുള്ള സമൻസ്. 1987 രാത്രി 3:30 ഞാൻ നെടുങ്കണ്ടത്ത് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, അന്ന് SI ആയിരുന്നു. അന്ന് ഞാൻ രാവിലെ പെട്രോളിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ചാക്കിൻ്റെ അകത്ത് കുരുമുളകും വെച്ചുകൊണ്ട് 2 പേര് ഇരിക്കുന്നത്, അവരെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ്. അപ്പോൾ ഞാൻ വെറുതെ FIR രജിസ്റ്റർ നോക്കിയത് 87 കൂട്ടിക്കോളൂ, എത്ര വർഷമായിട്ട് കൂട്ടിക്കോളൂ. അതിന് പ്രതിയുടെ ട്രയൽ ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അത് ഞാൻ വെറുതെ നോക്കി 100 രൂപയുടെ കുരുമുളക് അന്നത്തെ കാലത്ത് 100 രൂപയുള്ളൂ. പക്ഷെ അന്നേരം ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, അന്ന് ഈ 3 മണിക്ക് 3 മണിക്ക് പോയെന്നുള്ള സത്യമാണല്ലോ. എന്നു വെച്ചാൽ 3 മണിക്ക് രാത്രി ഞാൻ ഇറങ്ങിയതുകൊണ്ടാണ് ഇവരെ പിടിച്ചത്. ഈ 3 മണിക്കാണ് അന്ന് ഇറങ്ങി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരെല്ലാം രാത്രി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കാര്യം സത്യമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സേഫ്റ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് പോലീസ് ചെയ്യുന്നത്. ഒരു കാര്യം എന്താണെങ്കിലും എല്ലാം സമ്മതിക്കും. ഒരു പോലീസ് വണ്ടി അവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്ന് വെറുതെ കണ്ടാൽ മതി, നമുക്കൊരു ധൈര്യമാണ്, ഉറപ്പാണ്. ഞാൻ കാസർഗോഡ് SP ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്, രാത്രിയിൽ അവർ യാത്ര വന്നപ്പം പോലീസ് വണ്ടി കൈ കാണിച്ച് നിർത്തി എവിടെ പോയിട്ട് വരികയാണ് എന്താണ് നീ ചോദിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് സാറെന്ന് വിളിച്ച് പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം. അത് ഭയങ്കര സന്തോഷമാണ്. ടോവിനോടെ മറ്റ് സിനിമ വിശേഷങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ മിന്നൽ മുരളിക്ക് ശേഷം ഞങ്ങൾ വേറൊരു തരത്തിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ മായാനദിയിലെ മാത്തനും എന്ന് നിന്റെ മൊയ്തിയിലെ അപ്പുവൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തിയത്. ചില ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യും. ഇപ്പോൾ തല്ലുമാലയിലൊക്കെ ഫുൾ ടൈം തല്ലുള്ള അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ക്യാരക്ടർ അങ്ങനെ ഭയങ്കര സൂപ്പർ ഹീറോ ഒന്നുമല്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സും സെലക്ട് ചെയ്യാറുണ്ട്. ടോവിനോയുടെ സിനിമ എന്നുള്ള രീതിയിൽ 2018 ആഘോഷിക്കപ്പെട്ടു. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ചില വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. 2018 നമ്മൾ സർക്കാർ സംവിധാനങ്ങളിലെയും പോലീസിനെയും ഒന്നും ഉൾപ്പെടുത്തിയില്ല. ഒരുപക്ഷെ ടോവിനോ ഇടത് സ്വഭാവത്തിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇടത് പാർട്ടിയുടെ ആളല്ല, ഇടത് സ്വഭാവമുള്ള ഒരാളാണ്. ആശയങ്ങൾ ഇഷ്ടമാണ്. ആ സമയത്ത് ടോവിനോയുടെ മനസ്സിൽ അത്തരമൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരമൊരു സാധനം ക്ലിക്ക് ചെയ്തിട്ടില്ലേ? എന്നെ ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർ ആയിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ല, മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മളെ ഒരിക്കലും സ്റ്റാർ ആയിട്ട് കാണുന്നില്ല. അതാണ് വിജയം എന്ന് പറയുന്നത്. എന്നെ സ്റ്റാറിനെ ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബാങ്കബിലിറ്റി എന്നാണ്. ഞാൻ അതിനെ ബാങ്കബിലിറ്റി ആയിട്ടാണ് കാണുന്നത്.
അപ്പോൾ എനിക്ക് സ്റ്റാർഡത്തിന്റെ ബാധ്യതകളൊന്നുമില്ല, പക്ഷേ ഈ ബാങ്കബിലിറ്റിയുടെ ഗുണങ്ങളുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് എനിക്ക് പല തരം സിനിമകൾ ചെയ്യാൻ പേടിക്കാതെ, എനിക്ക് പരാജയങ്ങളെ അത്ര പേടിയില്ല. പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പരാജയങ്ങളെ പേടിയില്ല. കാര്യം അത് എൻ്റെ ഭാഗത്തുനിന്ന് ഉഴപ്പുണ്ടായിട്ട് എൻ്റെ ഭാഗത്ത് ഞാൻ അധ്വാനിക്കാതെ പരാജയപ്പെട്ടാലല്ലേ എൻ്റെ കുറ്റമാവുന്നുള്ളൂ. അല്ലാതെ പരാജയപ്പെടുന്ന ഒരിക്കലും ഒരു കുറ്റമല്ലല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെ പേടിക്കുന്നില്ല. എനിക്ക് വിജയങ്ങൾ ഇപ്പോൾ തുടങ്ങിയത് 0-ൽ നിന്നായതുകൊണ്ട് 0-ന് മുകളിലുള്ള എന്തും എനിക്ക് വിജയമാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 2018 ആശയത്തെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ ജോലിക്ക് അപ്പുറത്ത് മറ്റുള്ളവരുടെ ജോലികളിൽ അധികം ഇടപെടുന്ന ആളല്ല. അത് ഇപ്പോൾ അഭിപ്രായം ചോദിച്ചാൽ പോലും വളരെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് ഞാൻ. ഡിസ്കസ് ചെയ്യും എൻ്റെ ക്യാരക്ടറിനെ പറ്റി, എൻ്റെ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷനെ പറ്റി, കഥയെ പറ്റിയൊക്കെ ഞാൻ റൈറ്ററിനോടും ഡയറക്ടറിനോടും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിൽ ഇടപെടുന്ന ആളല്ല. ഇങ്ങനെ മാറ്റി എഴുതണം, തിരിച്ചെഴുതണം, അതൊന്നും എൻ്റെ ജോലിയുടെ ഭാഗമല്ല. അതിനാണ് സിനിമയ്ക്ക് ഒരു റൈറ്റർ ഉള്ളത്. അത് ഈ സിനിമയിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ആ സിനിമയ്ക്ക് ഒരു സംവിധായകനുള്ളത്. ഞാൻ അതിലൊരു നടൻ മാത്രമാണ്. ഇവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഇവർ അതിനകത്ത് എന്താണോ ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അല്ലാതെ ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള തീരുമാനങ്ങൾ അതെൻ്റെതല്ല.